ഹലോ ഹായ്. ഇത് എക്സാം റീസെറ്റിൻ്റെ എപ്പിസോഡ് 4 ആണ്. നമ്മുടെ ഇന്നത്തെ വിഷയം മടി എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മടി എങ്ങനെ മാറ്റിയെടുക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന സമയത്തിന് ഞാൻ ഒരു മടിയിൽ നിന്നാണ് വരുന്നത്. ഒരു ലേസിനെസ് അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു 3 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഞാൻ ഇൻസ്റ്റയിൽ വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം വെറുതെ ഒരു ഡോപ്പമീൻ എന്നുള്ളൊരു സംഭവം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാം ഈ വീഡിയോ എടുക്കണം, നാളെ റിലീസ് ചെയ്യാനുള്ള വീഡിയോ ഒന്ന് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അയച്ച എല്ലാ കമൻസിനും റിപ്ലൈ തരണം എന്നൊക്കെ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്കതിന് മടിയാവുക. എനിക്കറിയാം ഇതൊക്കെ ചെയ്യണം എന്ന് എനിക്കറിയാം. വാട്സാപ്പിൽ കുറേ മെസ്സേജസ് വന്നെടുക്കുന്നുണ്ട്, അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം എന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എനിക്ക് മടിയാവുക. അപ്പം എനിക്ക് പോലും അറിയാത്തൊരു സംഭവമാണ് എങ്ങനെ മടി മാറ്റിയെടുക്കുക എന്നുള്ളത്. പക്ഷേ എക്സാമിൻ്റെ തലേന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ അത്രയും ദിവസം പഠിക്കാതെ നിന്ന് തലേന്ന് പെട്ടെന്ന് നമുക്കൊരു എനർജി കയറും. എന്നാൽ നമുക്കറിയാം ഈ സമയമല്ല എന്നുള്ളത്. അതിനാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എത്രയോ സമയം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഒരു മാസം ഡെഡ് ലൈൻ, ഒരു മാസം നമുക്ക് സമയം തന്നു കഴിഞ്ഞാലും ഡെഡ് ലൈനിൻ്റെ തലേന്ന് മാത്രം നമ്മൾ അസൈൻമെൻറ്റ് ചെയ്താറുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം മനുഷ്യനുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ പോലും ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ മടി മാറ്റുക, ഞാൻ എങ്ങനെ പഠിക്കാനിരിക്കുക. ഞാൻ വരെ ChatGPTയിൽ അടിച്ചു നോക്കാറുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഷെഡ്യൂൾ ഉണ്ടാക്കാനും പ്ലാൻ ഉണ്ടാക്കാനൊക്കെ ChatGPT യൂസ് ചെയ്യാറില്ലേ. നമുക്ക് അടുത്തൊരു വീഡിയോ ChatGPT വെച്ച് എങ്ങനെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ജനറലായിട്ട് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. ഈ മടി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആക്ച്വലി ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരു ടേമാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ചെയ്യാൻ മടിയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ മടിയുണ്ടാവും, ചിലപ്പോൾ ബുക്കിന് മുന്നിൽ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്ന് വായിച്ച് തീർക്കാൻ മടിയായിരിക്കും. കാരണം ആ ചാപ്റ്റർ വായിക്കുന്നതിൻ്റെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്ക് പോകും. അങ്ങനത്തെ കുറേ മടി പല തരത്തിലുണ്ട്. അപ്പം എങ്ങനെ മടി മാറ്റാം എന്നുള്ളൊരു സംഭവം. അപ്പം നമ്മൾ ഇന്നൊരു ടാസ്ക് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ChatGPTനോട് ഇന്ന് ചോദിച്ചതാണ് എങ്ങനെ മടി മാറ്റാം. അപ്പോൾ ChatGPT എന്നോട് പറഞ്ഞ സാധനങ്ങളാണ്: സ്റ്റാർട്ട് വിത്ത് 10 minutes റൂൾ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വിചാരിക്കുക അങ്ങനെയൊക്കെ 10 മിനിറ്റ് ഞാൻ പഠിക്കും. ഓക്കെ, 10 മിനിറ്റ് ഞാൻ പഠിക്കും എന്നുള്ളൊരു സംഭവം. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വിചാരിക്കുന്നതിന് പകരം നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ പഠിക്കുമെന്ന് വിചാരിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മൊമെൻറ്റം ഇസ് ബിൽഡ് ബൈ ആക്ഷൻ, നോട്ട് മോട്ടിവേഷൻ. ആ ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ആ സംഭവം, ആ ഫ്ലോ അങ്ങ് വരുള്ളൂ. അല്ലാതെ കുറേ മോട്ടിവേഷൻ കേട്ടു, കുറേ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഓക്കെ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമില്ല. അല്ലെങ്കിൽ ആക്ഷൻ, നമ്മളെപ്പോൾ ആക്ഷൻ എടുക്കുന്നോ അപ്പോഴേ ആ സംഭവം നടക്കുള്ളൂ. അപ്പം ഫസ്റ്റ് പറയുന്നത് സ്റ്റാർട്ട് വിത്ത് 10 minutes റൂൾ. ആ ഒരു 10 മിനിറ്റ് നിങ്ങൾ പഠിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കുക. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് അതൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ പഠിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എഴുതി പഠിക്കണം, റൈറ്റ് വൈൽ സ്റ്റഡിങ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം വായിക്കുക മാത്രം ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വേഗം ഉറക്കം വരില്ലേ. അപ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ ആകുമ്പോൾ ഉറക്കം വരില്ല. അപ്പം നിങ്ങൾ അതാലേക്ക് ഒരു 10 മിനിറ്റ് ഞാൻ പഠിക്കും, പഠിക്കുന്നത് തന്നെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ പിക്ചേഴ്സൊക്കെ വരച്ച് പഠിക്കുക. ഇപ്പോൾ അനാട്ടമിയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പിക്ചേഴ്സ് വരച്ചാണ് പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ബയോളജി നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ പിക്ചേഴ്സ് വരച്ച് പഠിക്കുക. മാത്സ് പഠിക്കുന്നതെന്ന് വെച്ചാൽ എഴുതിയിട്ട് ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കാൻ നോക്കുക. സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഫ്ലോ ചാർട്ടൊക്കെ പഠിച്ചിട്ട് ഫ്ലോ ചാർട്ടൊക്കെ വരച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഡേറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് വരച്ച് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇനി എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ ചാപ്റ്ററാണ്. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് കെമിസ്ട്രിയാണ് പഠിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ നോമൻക്ലേച്ചർ വലിയ ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിനെ കുഞ്ഞായിട്ട് ബ്രേക്ക് ചെയ്ത് പഠിക്കുക. മീൻസ് അതിന് തന്നെ ചെറിയ ടോപ്പിക്കായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ മടി മാറ്റുന്നതെന്ന് പറഞ്ഞതിലേക്ക് നമുക്കൊരു ചെറിയ ടാസ്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ആ ടാസ്ക് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ മടി മാറ്റുക എന്ന് പറയാം. പിന്നെ ഫിക്സ് യുവർ എനർജി. മടീൻ്റെ മെയിൻ കാര്യം ഇന്ന് ഞാൻ മടി പിടിച്ചിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ അത് സമയത്തിന് നടന്നിട്ടില്ല. ഞാൻ മാത്രം കാരണമല്ല, ഞാൻ ഒരാൾ മീറ്റ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷേ ആ സമയത്തിന് വന്നിട്ടില്ല. അപ്പം എൻ്റെ ഫുൾ എനർജി എൻ്റെ ഫുൾ ഫ്ലോപ്പായി, ആ പ്ലാൻ കോളായി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷേ ആ ഒരു എനർജി കൂടി ഉണ്ടെങ്കിൽ, നമുക്കുള്ളിലൊരു എനർജി ഉണ്ട്, നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്, എല്ലാം സെറ്റാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എനർജി ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് റെഡി ആക്കേണ്ടി വരെ ചിലപ്പോൾ സ്ലീപ്പ് സൈക്കിൾ ആയിരിക്കും. നേരത്തെ ഉറങ്ങാൻ വേണ്ടി നോക്കുക. ഞാനിത് പറയുന്നത് ഇപ്പോൾ എൻ്റെ അനിയൻ്റെ അതേ ക്ലാസ്സിലുള്ള കുട്ടികളാണ് നിങ്ങളൊക്കെ. എനിക്ക് പറയാനുള്ളത്, കുറേ ടൈം ഫോണിലൊക്കെ സ്പെൻഡ് ചെയ്യാതെ നിൽക്കുക. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഞാനും കുറേ സമയം ഫോണിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നെഗറ്റീവ് എനർജി കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന റീൽസിലും വീഡിയോസിലൊക്കെ ആൾക്കാർ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസറുടെ ലൈഫ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇൻഫ്ലുവൻസേഴ്സ് ലൈഫ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്ത് അടിപൊളിയാണ് അവരുടെ ലൈഫ്, പൈസക്ക് പൈസ, കാറിന് കാറ്, ഡ്രസ്സിന് ഡ്രസ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ലേ. അപ്പോൾ അത് നമ്മൾ കുറേ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മടുക്കാൻ തുടങ്ങും എന്നുള്ളതൊരു വളരെ വലിയ സത്യമാണ്. അപ്പോൾ നിങ്ങൾ കുറേ നേരം ഇൻസ്റ്റാ റീൽസിലൊന്നും ഇരിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, നിങ്ങൾ ഡിസൈൻ ചെയ്തൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കിട്ടാനുണ്ട്, നിങ്ങൾക്കൊരു വിധി ഉണ്ട്, വരാനുണ്ട്. അപ്പം നിങ്ങൾ ആലേക്ക് ഇപ്പം നിങ്ങളത് കൺസ്യൂം ചെയ്യാതിരിക്കുക. ഭാവിയിൽ നിങ്ങളൊരു ജോലിക്കൊക്കെ കയറി നിങ്ങൾ ഈ റീൽസ് ഒന്നും കാണുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴേ കുറേ റീൽസൊക്കെ കണ്ടാൽ ബ്രെയിൻ റോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയാനുള്ളത്. അപ്പം നമ്മുടെ ആ എനർജി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെയുള്ള റിമൂവ് ഡിസ്ട്രാക്ഷൻ സ്ട്രിക്ട്ലി.
മോസ്റ്റ്ലി. അപ്പം ഇത് ഞാൻ പണ്ടത്തെ വീഡിയോസിൽ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോണിലല്ല അല്ലെങ്കിൽ ലാപ്ടോപ്പിലല്ല ഐപാഡിലല്ല പഠിക്കാൻ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കുക. അത് എവിടെയെങ്കിലും ദൂരത്ത് കൊണ്ടുപോയി വെക്കുക. ഞാൻ ചെയ്യാറ് ഷെൽഫിൽ പൂട്ടിയിടാറാണ്. അല്ലെങ്കിൽ ഇത് കണ്ടാൽ ഞാൻ അറിയാതെ എടുത്തു പോകും. ഞാൻ ചിലപ്പോൾ ChatGPT എന്തെങ്കിലും ഡൗട്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ എത്തും. അപ്പോൾ മാക്സിമം ബുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം ബുക്കിൽ നിന്ന് തന്നെ പഠിക്കാൻ, നോട്ട്സിൽ നിന്ന് തന്നെ പഠിക്കാൻ നോക്കുക. ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക. മാക്സിമം ശ്രമിക്കുക. ഇനി ഫോണിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു 1 hour ഒരു ഹാഫ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആപ്പിനും റെസ്ട്രിക്ഷൻസ് വെക്കുക, സോഷ്യൽ മീഡിയ ആപ്സിനൊക്കെ. അപ്പോൾ അത് റെഡി ആയിക്കോളും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ വളർന്നു വരുന്ന ജനറേഷൻ, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് 10ലും 8ലും 9ലും പഠിക്കുന്ന അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന കുട്ടികളാണല്ലോ നിങ്ങൾ വളർന്നു വരുന്ന ജനറേഷനാണ്. നിങ്ങളെ മനസ്സിലേക്ക് ഇപ്പോൾ എന്താണോ ഫീഡ് ആവുന്നത് അതായിരിക്കും ഭാവിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. അല്ല ഇപ്പം നിങ്ങൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണ് ശരി എന്നുള്ളത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നല്ല ശരി, വേറെ എന്തൊക്കെയാണ് ശരി. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പക്ഷേ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കണം. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫോണൊക്കെ ഇപ്പോൾ മാറ്റി വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഫ്യൂച്ചർ ആ റീൽസിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടി ഇപ്പം പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നിങ്ങൾക്ക് ആവേണ്ടതെന്നുള്ളൊരു സംഭവം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു എയിമൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, അല്ലെങ്കിൽ ടീച്ചർ ആവണം, വേറെ എന്തെങ്കിലും പാരാമെഡിക് ആവണം, അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ആവണം, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് മാൻ ആവണം. കുറേ എയിമുകളുണ്ടാവും. പക്ഷേ ഇതില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വെക്കേണ്ട എയിം ഇപ്പോഴെന്താണോ ഇപ്പോൾ ഫുൾ A+ വാങ്ങിക്കുക, അല്ലെങ്കിൽ ബോർഡ്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളൊരു സംഭവം മാത്രം മനസ്സിൽ വെക്കുക. അതായിരിക്കണം നിങ്ങളുടെ ഒരു എയിം, ഒരു ഗോൾ. ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം എനിക്ക് മൈൻഡ് സെറ്റ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾക്ക് കുറച്ച് ഇൻപുട്സ് ഒക്കെ തരാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഒക്കെ വളരെ യൂസ്ലെസ് ആണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ. പക്ഷേ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കാണുന്ന കുറേ കോണ്ടൻറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടെ ആലോചിക്കുക. പിന്നെ ഇത് ഈ പറയുന്ന ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. ഞാൻ പോലും ചില ടൈമിൽ ഇൻസ്റ്റയിൽ കുറേ ടൈം ചിലവഴിക്കാറുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ദിവസം തോന്നും, എനിക്ക് ചടയ്ക്കും. ഞാൻ തന്നെ എന്നെ ചടപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സംഭവം മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ഗോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. മടി മാറ്റാൻ ശ്രമിക്കണം. അത് നിങ്ങളുടേതായ വേയിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. എനിക്ക് പോലും പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം ഞാനും ഇടയ്ക്കിടയ്ക്ക് മടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് എക്സാം ഒന്നുമില്ല. എക്സാം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഇരുന്ന് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ നിങ്ങൾ വിചാരിച്ച റിസൾട്ടിൽ എത്താൻ പറ്റുള്ളൂ. മടി എന്നുള്ളതൊരു വളരെ ബ്രോഡ് ടേമാണ്. ജോലിക്ക് പോകാനും മടിയുണ്ടാവില്ലേ. ഇതൊക്കെ മാറ്റി തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നല്ലൊരു നാളേക്ക്, നല്ലൊരു ഫ്യൂച്ചർ, നിങ്ങൾ നല്ല റിസൾട്ടിന്. ദിസ് ഇസ് episode 4 of Exam Reset. See you every day at 5 PM. Bye.